ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ദൈവം നമ്മെ ശിക്ഷിക്കുമോ, നമ്മെ അടിക്കുമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത, പ്രയാസം, വേദനയൊക്കെ വരുന്ന സമയത്ത് ചില ആളുകൾ പറയും ദൈവം നമ്മെ ശിക്ഷിച്ചതാണെന്നും. എന്നാൽ മറ്റൊരാൾ പറയും ദൈവം ഒരിക്കലും ശിക്ഷിക്കത്തില്ല, ദൈവം സ്നേഹമാണ്. ഞാൻ അടുത്തിടെ ഒരു രാഷ്ട്രീയ പ്രസംഗന്റെ ഒരു പ്രസംഗം കേട്ടു. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറയാണ്, യേശു ശിക്ഷിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. വേദപുസ്തകം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കാം. ദൈവം ഒരിക്കലും തന്റെ ജനത്തെ ശിക്ഷിക്കുന്നില്ല, സ്നേഹിക്കുക മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത് സ്നേഹമല്ല എന്ന ഒരാശയം പ്രചരിച്ചിട്ട് ചില വർഷങ്ങളായിട്ടുണ്ട്. എന്നാൽ ഈ ആശയങ്ങളോടൊപ്പം തന്നെ മക്കളെ ശിക്ഷിക്കുന്നത്, മക്കളെ അടിക്കുന്നതൊക്കെ സ്നേഹത്തിന്റെ പ്രകടനമല്ല, ക്രൂരതയുടെ പര്യായമാണ് എന്നും കാണുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സ്കൂളുകളിൽ കുട്ടികളെ ശിക്ഷിക്കുന്നത്, അധ്യാപകർ ശിക്ഷിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാൻ വരെ നിയമം ഇന്നുണ്ട്. അതിന് കാരണം ഈ ആശയത്തിന്റെ പിന്നിലുള്ള വ്യക്താക്കൾ മറ്റാരുമല്ല, സാത്താനെ ആരാധിക്കുന്നവരാണ്. സാത്താനെ ആരാധിക്കുന്ന സൈത്താനിക് ചർച്ചുകാരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പ്രവേശിച്ചു. ഒരിക്കലും നിങ്ങൾ ഇത്തരം വെബ്സൈറ്റിൽ കയറുകയോ നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ പാസ്വേഡോ ഒന്നും കൊടുക്കുകയോ ചെയ്ത് ഒരു കാരണവശാലും കൊടുക്കരുത്. നിങ്ങൾ ഡീറ്റെയിൽസ് എടുക്കുവാനും നിങ്ങൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അത്തരം വെബ്സൈറ്റുകളിൽ പ്രവേശിക്കരുത്. എന്നാൽ ഞാൻ എന്താണ് അവിടെ ആശയം എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയപ്പോൾ 3-4 ആശയങ്ങളാണ് അവരുടെ ആ റിലീജിയന് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അത് ഇപ്രകാരമാണ്: അവർ റിലീജിയൻ ഡസന്റ് ബിലീവ് ഇൻ ഹേറ്റിംഗ് ചിൽഡ്രൻ. കുട്ടികൾക്കായിട്ട് തന്നെ ഒരു വലിയ സഹായം അവർ നൽകിയിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല. അതിൽ അവർ കണ്ടെത്തുന്ന ആശയം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ശരീരം അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ളതാണ്, മറ്റൊരാൾക്ക് അതിനകത്ത് കൈകടത്തുവാൻ അവകാശമില്ല. എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിന്മേൽ അവകാശം ആ കുഞ്ഞിനാണ്. പാരന്റ്സ് ആകുന്ന ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും മറ്റുമൊക്കെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാൽ ഈ സാത്താൻ സേവക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നിയമപരമായ സഹായങ്ങൾ അവർക്ക് ചെയ്യും എന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആശയം ഇത് തന്നെയാണ്: ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. സാത്താനെ ആരാധിക്കുന്ന പള്ളിക്കാർക്ക് കുഞ്ഞുങ്ങളോട് ഇത്രയും സ്നേഹമാണോ? മനുഷ്യരെ പോലും കുരുതി കഴിക്കുന്ന, യാതൊരു മനസ്സാക്ഷിയുമില്ലാത്ത, സാത്താന്റെ സകല സ്വഭാവങ്ങളും കാണിക്കുന്ന ഈ കൂട്ടർക്ക് കുഞ്ഞിനെ അടിക്കാതിരിക്കത്തക്ക വണ്ണം സ്നേഹമാണ് കാണിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ സ്നേഹമല്ല. മനസ്സിലാക്കുക, അടിക്കുന്നത് സ്നേഹമില്ലായ്മയോ അടിക്കാതിരിക്കുന്നത് സ്നേഹമോ ഒന്നുമല്ല. ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ദൈവം പാരന്റിങ്ങിനെ കുറിച്ചും, ഒരപ്പൻ ഒരു മകനെ എങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, അങ്ങനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിനെ ശിക്ഷിക്കാമോ ശിക്ഷിച്ചൂടെയോ, എന്താണ് വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കാം. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ഇവിടെ സ്നേഹത്തിന് അടയാളം ശ്രദ്ധിച്ച്, സ്നേഹമുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കുന്നു. അപ്പോൾ ശിക്ഷിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഗമല്ല. ദൈവം സ്നേഹമാണ്, സ്നേഹവാനാകുന്ന ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന ആശയം ബിബ്ലിക്കലല്ല, അതൊരു സൈത്താനിക് ആയിട്ടുള്ള അജണ്ടയാണ്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും പിന്നിൽ ദൈവം ശിക്ഷിക്കുകയല്ല, നിങ്ങൾ മനസ്സിലാക്കാതെ പോലെ. അതുകൊണ്ട് ദയവായി നിങ്ങളുടെ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. മറ്റു ഭാഗം ശ്രദ്ധിച്ച്, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്നും അകറ്റിക്കളയും. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ശിക്ഷിക്കാതെ, ശാസിക്കാതെ, സ്നേഹം മാത്രം കൊടുത്തുകൊണ്ട്, സ്നേഹപ്രകടനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ഒരിക്കലും ഗുണദോഷിക്കാത്ത ആ മകൻ അമ്മയ്ക്ക് ലജ്ജ കൊണ്ടുവരികയാണ്. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. 21 സംഘത്തിൽ ദാവീദ് പറയുകയാണ്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പം ശിക്ഷ, വടി എന്നതൊക്കെ സ്നേഹത്തിന്റെ പ്രകടനമായിട്ടാണ് വേദപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അനുസരിക്കാത്ത, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അധ്യാപകരെ അനുസരിക്കാത്തവർ, എല്ലാ തരത്തിലുള്ള വഷളത്വങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ജനറേഷനാണ്. ഞാൻ പറയാറുണ്ട്, ഒരിക്കലും ഈ ജനറേഷന്റെ പ്രശ്നമല്ല, എന്നാൽ അവരെ വളർത്തുന്ന പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. നമ്മുടെ കാലഘട്ടത്ത് നമ്മുടെ പിതാക്കന്മാർ ശിക്ഷിച്ചിരുന്നു, ശാസിച്ചിരുന്നു. ആ ശിക്ഷയുടെയും ശാസനത്തിന്റെയും ഒക്കെ ഗുണഫലമായിട്ടാണ് പലരും വളരെ മാന്യമായി തന്നെ ജീവിച്ചത്. നമ്മളെല്ലാം ജനിച്ചത് നല്ലവരായതുകൊണ്ടല്ല, നമുക്ക് നല്ലൊരു മാതാപിതാക്കളുണ്ടായിരുന്നു, പാരന്റിങ് ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോൾ ആ തരത്തിലുള്ള പാരന്റിങ് ഇല്ലാതായി മാറി. അതിന് റീസൺ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും, ആ ഒരു ജനറേഷൻ പലപ്പോഴും വളരെ ക്രൂരമായി ശിക്ഷിച്ചിരുന്നു. വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന അപ്പുറമായി ശിക്ഷിച്ചിരുന്നു. അതും വേദപുസ്തകം തന്നെയുണ്ട്. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഇപ്പോൾ മക്കളെ കോപിക്കരുത്, അമിതമായി അവരെ തല്ലരുത്, ക്രൂരമായി അവരെ തല്ലരുത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ഇടിക്കുന്ന, അവരുടെ ധൈര്യത്തെ ഇടിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ക്രൂരമാകുന്നൊരു ശിക്ഷയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശിക്ഷയിൽ വേദനയുണ്ട്,
പെയിൻ ഉണ്ട്, വടിയെടുത്ത് തല്ലുവാനാണ്. വേറെ ഭാഗത്ത് പറയുകയാണ് വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ലല്ലോ. മറ്റു ഭാഗത്ത് പറയുകയാണ് പൊട്ടത്തക്ക അടി ഒരു ബാലന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. മുറിവേൽക്കുന്ന തരത്തിലുള്ള അടി ഒരു മനുഷ്യനെ പാതാളത്തിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ കഴിയും എന്നതാണ് വേദപുസ്തകത്തിലെ സത്യം. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അസ്വസ്ഥജനകമായിരിക്കും, അവർക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. മനസ്സിലാക്കുക, അതിന്റെ പിന്നിൽ സെയ്ത്താനിക് ചേർച്ചുകാരുടെ അജണ്ടകളാണ്. പലതരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ, വീഡിയോസിലൂടെ, സിനിമകളിലൂടെ, ഷോർട്ട് മൂവീസിലൂടെ, ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാമിലൂടെയാണ് ഇവരുടെ ആശയങ്ങൾ പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ എത്തി നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എത്തിയ ഒരു തെറ്റാകുന്ന ആശയമാണ് അടിക്കുന്നത്, ശിക്ഷിക്കുന്നത്, തല്ലുന്നത് സ്നേഹത്തിന്റെ പ്രകടനമല്ല എന്നുള്ളത്. എന്നാൽ മനസ്സിലാക്കുക, ക്രൂരമായി കൊന്നുകളയത്തക്കവണ്ണം, വളരെ മനസ്സിന് ഇടിക്കത്തക്കവണ്ണം ശിക്ഷിക്കരുത് എന്നും വേദപുസ്തകം തന്നെ ഉണ്ട്. എന്നാൽ നമ്മുടെ വിഷയം, ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുമോ? ദൈവം സ്നേഹവാനാകുന്ന, സ്നേഹത്തിന്റെ ഉറവിടമാകുന്ന, നമുക്ക് വേണ്ടി കാൽവറിയിൽ തൻ്റെ പുത്രനെ യാഗമാക്കുവാൻ ഏൽപ്പിച്ച ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിക്കുമോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്നും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ദൈവമനുഷ്യന്റെ ഒരു മെസ്സേജിൽ ഞാൻ കേട്ടതാണ്, ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നില്ല, ദൈവം നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പത്രോസ് യേശുവിനെ വിട്ട് തള്ളിപ്പറഞ്ഞ സമയത്ത് യേശു പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടമാണ് പത്രോസിനുള്ള ശിക്ഷ. അതുപോലെ തന്നെ കർത്തൃമേശയ്ക്കുന്ന സമയത്ത് നമ്മെ തന്നെ ശോധന ചെയ്യും, ആ ശോധനയാണ് ശിക്ഷ എന്നൊക്കെയുള്ള ആശയങ്ങൾ ഞാൻ കേട്ടു. അത് വളരെ വ്യാപകമായി കേരളക്കരയിലുള്ള ദൈവസഭകളിലേക്ക് പരക്കുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്, പാപം ചെയ്യുവാൻ ജനം ആരംഭിച്ചു. ജനത്തിന് കൃപയുടെ പേരിൽ ഏത് തരത്തിലുള്ള കൊള്ളരുതായ്മകളും പാപവും ചെയ്യുവാൻ ആരംഭിച്ചു. അവരുടെ മനസ്സിലേക്ക് ആ ചിന്ത വന്നു, ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നില്ല, ദൈവം ഒരിക്കലും അടിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഈ ഭാഗം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയേമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടയന്മാരത്രയും. ഇംഗ്ലീഷിൽ ബാസ്റ്റാർഡ്, വേറെ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ അപ്പനില്ലാത്തൊരു വ്യക്തിയാണ്. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. എല്ലാവരെയും ശിക്ഷിക്കുന്നില്ല, സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. സ്നേഹത്തിന്റെ അടയാളമാണ് ശിക്ഷ. അങ്ങനെ അപ്പൻ ശിക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മകനായിരിക്കത്തില്ല, സ്വന്തം മകനായിരിക്കത്തില്ല. എന്നാൽ സ്വന്തം മകനാണെങ്കിൽ അപ്പൻ എന്ത് ചെയ്യുകയാണ്? ശിക്ഷിക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുകയാണ്. എന്നാൽ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും പിന്നത്തേതിലോ. അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ദൈവം നന്മയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ശിക്ഷ, ദൈവം തൻ്റെ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നത് അത് നല്ലതല്ല എന്ന് നമുക്ക് തോന്നുന്നതാണ്. എന്നാൽ ആ ശിക്ഷ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് നല്ലതുമാണ്. ദൈവം നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി മനസ്സിലാക്കുക, ശിക്ഷിക്കുമ്പോൾ സന്തോഷം വരികയല്ല, ആനന്ദം വരികയല്ല, ദുഃഖകരമാണ്. പൊട്ടത്തക്ക അടിയെന്ന് പറയുമ്പോൾ ദേഹം പൊട്ടുമ്പോൾ ചിരിയല്ല വരുന്നത്, വേദനയാണ്, കണ്ണുനീരാണ് വരുന്നത്. എന്തിനാണ് ദൈവം ശിക്ഷിക്കുന്നത്? കീഴടങ്ങേണ്ടതിന്. മറ്റെന്തിനാണ്? വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ നമ്മെ ശിക്ഷിക്കുകയാണ്. 89-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ദൈവമായിട്ട് തന്റെ ഉടമ്പടിയെ ഒന്ന് ഓർമ്മിക്കുകയാണ്. ആ ഉടമ്പടിയിൽ ഏറ്റവും പ്രസക്തമാകുന്ന, എൻ്റെ ശ്രദ്ധ ആകർഷിച്ചൊരു ഭാഗമുണ്ട്. ദൈവം ചെയ്യുന്ന നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും മാത്രമല്ല ദാവീദ് പറയുന്നത്. പകരമായിട്ട് താനോ തൻ്റെ തലമുറയോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ദൈവം പറയുകയാണ് ദാവീദിനോട്, നിന്റെ കുലത്തിൽ നിന്നും ഒരു രാജാവ് ഉണ്ടാകാതെ പോവുകയില്ല. എന്നാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം ചില കുറവുകളോ പ്രശ്നങ്ങളോ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ തലമുറയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം അവരെ മടക്കി വരുത്തുന്ന ഒരു രീതിയുണ്ട്. ആ ഭാഗം ശ്രദ്ധിച്ചേ. അവന്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ, അങ്ങനെ ചെയ്താലാണ് കേട്ടോ, ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും
അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. കണ്ടോ, ദൈവത്തെ വിട്ടിട്ട് പോവുകയാണ് എങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും. എങ്കിലും ആ ശിക്ഷയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. പണിഷ്മെന്റ് ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. ദൈവം നമുക്ക് ഇവിടെ തരുന്നത് പണിഷ്മെന്റ് അല്ല, ഡിസിപ്ലിനാണ്. ശിക്ഷയല്ല, ശിക്ഷണമാണ്. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിങ്ങൾ ആ പഠനം നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കണം. ഞാൻ ഒരു വസ്തു മോഷ്ടിച്ചു എന്ന് ചിന്തിക്കുക. ഞാൻ ആ വസ്തു മോഷ്ടിച്ചു, എന്നെ പോലീസ് പിടിച്ചു. ഞാൻ ആ സമയത്ത് എന്തെന്നറിയാമോ, ആ മോഷ്ടിച്ച വസ്തു ഞാൻ ആ വ്യക്തിക്ക് മടക്കി നൽകി. ഞാൻ ഹൃദയംഗമായി ഞാൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് സോറി ചോദിക്കുകയാണ്. ഈ സോറി ചോദിച്ചെന്ന് വിചാരിച്ച വലിയ കാര്യമൊന്നുമില്ല. എന്നെ കോടതിയിൽ ഹാജരാക്കും. ജഡ്ജി എനിക്കൊരു ശിക്ഷ വിധിക്കും. അത് പണിഷ്മെന്റ് ആണ്. ഞാൻ സോറി ചോദിച്ചത് കൊണ്ട് കാര്യമില്ല. അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ആ തെറ്റ് ചെയ്തതിനുള്ള അനന്തര ഫലമായി എനിക്ക് ലഭിക്കുന്നതാണ് പണിഷ്മെന്റ്. എന്നാൽ ശിക്ഷണം എന്ന് പറയുന്നത് പണിഷ്മെന്റുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം ശ്രദ്ധിച്ച്, ഇപ്പോൾ ഒരപ്പൻ തന്റെ മകനോട് പറയുകയാണ്, എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് മുമ്പ് തന്നെ നീ എൻ്റെ ഭവനത്തിൽ കയറിയിരിക്കണം. 7 മണി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് അപ്പൻ പറയുകയാണ്. എന്നാൽ ഈ മകൻ എല്ലാ ദിവസവും 10 മണിക്കും 11 മണിക്കുമാണ് വരുന്നത്. അപ്പൻ പലതവണ പറഞ്ഞു, ആ വ്യക്തി അനുസരിക്കുന്നില്ല. എന്നാൽ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ, വടിയെടുത്ത് ആ മകനെ പൊട്ടത്തക്കവണ്ണം അടിക്കുകയാണ്. ഇത് ഒരു പെനാൽറ്റി അല്ല, ഇതൊരു പണിഷ്മെന്റ് അല്ല, ഇത് വാസ്തവത്തിൽ ഡിസിപ്ലിൻ ആണ്. എന്നാൽ അടുത്ത ദിവസം മുതൽ ആ വ്യക്തി കൃത്യസമയത്ത് തന്നെ ആ ഭവനത്തിലേക്ക് കയറാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ആ മകൻ ഒരിക്കൽ ഒരു വസ്തു തന്റെ ഭവനത്തിൽ നിന്ന് മോഷ്ടിക്കുകയാണ്. അപ്പൻ അത് കണ്ടുപിടിച്ച ഉടനെ ആ മകൻ ആ പിതാവിനോട് ക്ഷമ ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഒരിക്കലും ഞാനിത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ പണിഷ്മെന്റ് ഇല്ല. പകരമായി അപ്പൻ ആ മകനോട് ക്ഷമിക്കുകയാണ്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സോറി ചോദിച്ചാലും ആ വ്യക്തിയെ ശിക്ഷിച്ചിരിക്കും, കോടതിയിൽ സംഭവിക്കുന്നത് പോലെ. എന്നാൽ ഇതൊരു സ്ഥിരമാക്കുകയാണ്. എല്ലാ പ്രാവശ്യവും അവൻ മോഷ്ടിക്കും, എല്ലാ പ്രാവശ്യവും ഇത് സ്ഥിരമായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് എന്നുണ്ടെങ്കിൽ ആ അപ്പൻ ആ മകനെ ശിക്ഷിക്കും. അത് ജയിലിലടയ്ക്കുകയല്ല, തൂക്കിക്കൊല്ലുകയല്ല, പകരമായി തൻ്റെ വടി കൊണ്ട് പൊട്ടത്തക്കവണ്ണം ആ മകനെ ശിക്ഷിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോടതിയിൽ സംഭവിക്കുന്നതാണ് പണിഷ്മെന്റ്. ഒരു വീട്ടിൽ ഒരപ്പൻ മകന് നൽകുന്നതാണ് ഡിസിപ്ലിൻ. ദൈവം നിങ്ങളെ പണിഷ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ സകല പാപത്തിനും വേണ്ടി ഒരിക്കൽ ഒരു വ്യക്തി ശിക്ഷ അനുഭവിച്ചു. നസ്രായനാകുന്ന യേശുക്രിസ്തു നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇനിയില്ല. എന്നാൽ അപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കളെ, ശിശുക്കളെ തല്ലുക തന്നെ ചെയ്യും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും. യഹോവ ഇപ്രകാരം ചെയ്യുന്നു, നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിന് ഇടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിന്റെ ആധിക്യ നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പ നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകൃത്യത്തിന്റെ ആധിക്യ നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പ നിമിത്തവുമല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ തിന്നുകളയുന്നവരെല്ലാവരും തിന്നുകളയപ്പെടും. നിന്റെ സകല വൈരികളും ഒട്ടൊഴിയാതെ പ്രവാസത്തിലേക്ക് പോകും. നിന്നെ കൊള്ളയിടുന്നവർ കൊള്ളയായി തീരും. നിന്നെ കവർച്ച ചെയ്യുന്നവരെയൊക്കെയും ഞാൻ കവർച്ചയ്ക്ക് ഏൽപ്പിക്കും. നോക്കുക, ഒരു അപ്പന്റെ മനസ്സ് വളരെ കൃത്യമായി തന്നെ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. ആ സ്നേഹിക്കുന്ന മക്കൾ അകൃത്യം ചെയ്യുമ്പോൾ, ദോഷം ചെയ്യുമ്പോൾ, ദൈവത്തെ വിട്ട് അകന്നു പോകുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുകയാണ്. എന്നാൽ ആ ശിക്ഷയ്ക്കകത്തൊരു കരുതലുണ്ട്, ഒരു സ്നേഹമുണ്ട്. എന്നാൽ ആ ശിക്ഷിക്കുന്ന സമയം അത്ര നല്ല ഒരു സമയമല്ല. ആ മുറിവിന് കുഴമ്പ് പോലും ലഭിക്കുന്നില്ല. സ്നേഹിതന്മാർ വിട്ടിട്ട് പോവുകയാണ്. മാനസികമായും ശാരീരികമാകുന്ന ഒരു വേദനയിലൂടെയാണ് താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ കടത്തിവിടുന്നത്. എന്നാൽ അതിനൊരു റിസ്റ്റോറേഷൻ ഉണ്ട്, ഒരു മാറ്റം സംഭവിക്കുകയാണ്. തന്നെ ആ സമയത്ത് മുറിവേൽപ്പിക്കാൻ വരുന്ന വ്യക്തികളെ കർത്താവ് ചിതറിച്ച് കളയുകയാണ്, മുടിച്ചു കളയുകയാണ്. എന്നാൽ തൻ്റെ ജനത്തെ ദൈവം മുടിച്ചു കളയുന്നില്ല. ഒരു മകൻ തെറ്റ് ചെയ്താൽ അപ്പൻ ശിക്ഷിക്കും, ശാസിക്കും, വഴക്ക് പറയും. എന്നാൽ ഒരിക്കലും ആ മകനെ ആ അപ്പൻ മുടിച്ചു കളയത്തില്ല. എന്നതുപോലെ ദൈവം താൻ സ്നേഹിക്കുന്ന
മക്കളെ ശിക്ഷിക്കുകയാണ്. വെറുതെ ശിക്ഷിക്കുകയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ, സകല നന്മകളും അനുഗ്രഹങ്ങളും നേടി ഒരു പ്രയാസവുമില്ല, ആരോഗ്യത്തോടു കൂടി അഗ്നി നരകത്ത് വീഴുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നാം ദൈവത്തെ വിട്ടുപോകുമ്പോൾ ചില വേദനകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാലും തിരിച്ച് ദൈവത്തിന്റെ മുഖം കാണുന്നതും നിത്യതയിൽ അവകാശമാകുന്നതുമല്ലേ? അതുകൊണ്ട് തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുകയാണ്. മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഈ ഭാഗത്ത് അല്പം കൂടെ മനോഹരമായി പറയുകയാണ്, അപ്പൻ ഇഷ്ടപുത്രനോട്, തനിക്ക് ഏറ്റവും സ്നേഹമുള്ള ആ പുത്രനെ ശിക്ഷിക്കുന്നത് പോലെ ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുകയാണ്. മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനയാണ് നല്ലത്. ശിക്ഷിക്കാതെ തന്നിഷ്ടത്തിന് വിടുന്ന അമ്മയും അപ്പനേക്കാളും ഇഷ്ടപുത്രനെ ശിക്ഷിക്കുന്ന അപ്പനാണ് വാസ്തവത്തിൽ സ്നേഹമുള്ളത് എന്ന് പറയുന്നത്. പലരുടെയും ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ അഭിഷിക്തം, അവിടെ പാസ്റ്റർമാർ വിശ്വാസികളെ വഴക്ക് പറയാനോ ശാസിക്കാനോ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ സഭയിൽ നിന്ന് മറ്റു സഭയിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിന്നെ ദൈവം മാനിക്കും, അനുഗ്രഹിക്കും തുടങ്ങിയ വിഷയങ്ങളായിരിക്കും. ഒരിക്കലും അവിടെ ശിക്ഷയില്ല. മനസ്സിലാക്കുക, ഗുണീകരണവും ശാസനയും ശിക്ഷയും ഒന്നുമില്ലാത്ത ഒരു പാസ്റ്ററെക്കാളും സ്നേഹമുള്ളത് തന്റെ ജനത്തെ താൻ സ്നേഹിക്കുന്നെങ്കിൽ അവർ തെറ്റ് ചെയ്താൽ ശാസിച്ചിരിക്കണം. അപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വടിയോടുകൂടെ വരണമോ സ്നേഹത്തോടുകൂടി വരണമോ? വേറെ ഭാഗത്ത് പൗലോസ് അവരെല്ലാം വഴക്ക് പറയാണ്, ശാസിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അല്പനേരത്തേക്ക് നിങ്ങൾക്ക് സങ്കടം ഉണ്ടായാലും കുഴപ്പമില്ല, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ശാസിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ശിക്ഷ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. കർത്താവ് എന്നെ തള്ളിക്കളയുകയില്ലല്ലോ, അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. മനസ്സിലാക്കുക, ദൈവം ശിക്ഷിച്ചാലും മഹാകരുണയോടെ തന്നെ ചേർത്തുകൊള്ളും. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് കണ്ടേ, ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷണം കഴിഞ്ഞിട്ട് അപ്പൻ ക്രൂരനൊന്നുമല്ല, സ്നേഹമുള്ള അപ്പനാണ് എങ്കിൽ ആ മകനെ ചേർത്ത് പിടിച്ച് തൻ്റെ നെറുകയിൽ ചുംബനം കൊടുത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുത്ത് ആ മകൻ വേദനിച്ചതിനേക്കാളും വേദനിക്കുന്ന ഒരു പക്ഷേ അപ്പനായിരിക്കും. ആ മകനെ അപ്പൻ ചേർത്ത് പിടിക്കുന്നത് പോലെ തിരിച്ചു വരുന്ന, മടങ്ങി വരുന്ന, മാനസാന്തരപ്പെടുന്ന തന്റെ ജനത്തെ ദൈവം ചേർത്ത് പിടിക്കുകയാണ്. ദൈവം സ്നേഹമാണ്, ആ സ്നേഹത്തിൽ ശിക്ഷണമുണ്ട്. ഞാൻ വളരെയധികം റെഫറൻസുകൾ എക്സ്പ്ലെയിൻ ചെയ്താണ് നിങ്ങളോട് ഇത് വിശദീകരിച്ചത്. കാരണം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയം അതുകൊണ്ടാണ് ഇത്രയധികം റെഫറൻസുകൾ എനിക്ക് വായിക്കേണ്ടി വന്നത്. എന്നൊരു ഭാഗം ശ്രദ്ധിക്കുക, ഇവിടെ അപ്പൻ ശിക്ഷിക്കുന്നത് ഒരു മുതിർന്ന, ഒരു യൗവനക്കാരനാകുന്ന ഒരു മകനെ അല്ല, പകരം ബാലകനെയാണ്, ശിശുവിനെയാണ്. പാരന്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ബാലശിക്ഷ എന്ന് പറയുന്നത് ചെറുപ്പക്കാരാകുമ്പോൾ, യൗവനക്കാരാകുമ്പോഴും ഇവർ പാരന്റിങ് വിടാറില്ല. 25 വയസ്സായാലും 26 വയസ്സായാലും 30 വയസ്സായാലും അപ്പൻ പറയുന്നത് പോലെ, പാരന്റ്സ് പറയുന്നത് പോലെ തന്നെ മക്കൾ നടക്കണം എന്ന ഒരു ചിന്ത പാരന്റ്സിനുള്ളത് കൊണ്ടാണ് പല വഴക്കുകളും ഒക്കെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നത്. പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിരുന്ന വാക്കുകളെല്ലാം അപ്പൻ തൻ്റെ ഇഷ്ട മകൻ, അതൊരു ബാലനാണ്, ഒരു ശിശുവാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം ആരെയാ ശിക്ഷിക്കുന്നത്? ഒരു മെച്യൂർ ക്രിസ്ത്യൻസിനെ അല്ല, ശിശുവിനെയാണ്. അപ്പോൾ മെച്യൂർ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അപ്പനപ്പൂപ്പന്മാരായിട്ട് തന്നെ യേശുവിനെ അറിയുന്ന ആളുകളുണ്ട്, പാരമ്പര്യമായി യേശുവിനെ അറിഞ്ഞത്, അല്ലെങ്കിൽ റോമിൽ നിന്ന് നേരിട്ട് വന്ന് വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു 10 തലമുറ വരെ ശുശ്രൂഷകന്മാരായിരുന്ന വിശ്വാസികളായിരുന്ന കുടുംബം, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് എന്ന് തുടങ്ങിയ അനുഭവങ്ങൾ കൊണ്ടൊന്നുമല്ല, പാരമ്പര്യം കൊണ്ടല്ല മെച്യൂർ ആകുന്നത്. നിങ്ങൾ ശരീരം കൊണ്ട് വലുതായി, നിങ്ങൾ പാരമ്പര്യം കൊണ്ട് വലുതായെങ്കിലും നിങ്ങളുടെ വളർച്ച തീരുമാനത്തിലെ ഘടകങ്ങളുണ്ട്. വേദപുസ്തകത്തിനകത്ത് ആരാണ് മെച്യൂർ ക്രിസ്ത്യൻ, ആരാണ് ശിശു എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ശിശുത്വം അല്ലെങ്കിൽ ബാല്യത്വം കാണിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിന് ശിക്ഷയുള്ളത്. മുതിർന്ന ആളുകൾക്ക് ശിക്ഷയുടെ ആവശ്യമില്ല. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എന്നെ വളരെയധികം എൻ്റെ അപ്പനും അമ്മയും ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രായത്തിൽ എൻ്റെ അമ്മ എന്നെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ അടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള പ്രാപ്തിയായി, സ്വന്തം കാര്യം നിൽക്കാനുള്ള പ്രാപ്തിയായി, എന്നെ തിരുത്തേണ്ട പ്രായം കഴിഞ്ഞു. ഇതുപോലെ ക്രിസ്തുവിൽ മെച്ചുറാകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്നും ശിക്ഷയോ ശാസനയോ അടിയോ ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ ശിശുത്വമുള്ള ആളുകൾക്കാണ് അത് ലഭ്യമാകുന്നത്. ആരാണ് ശിശുക്കളെന്ന് ബൈബിൾ അടിസ്ഥാനം നമുക്ക് നോക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ
സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഒന്നാമത്തെ പ്രത്യേകത ജഡികന്മാർ ഉദ്ദേശിക്കുന്നത് ജഡപ്രകാരം ചിന്തിക്കുക, ജഡപ്രകാരം തീരുമാനമെടുക്കുക, ജഡപ്രകാരം പലതും ആലോചിക്കുക, സ്പിരിറ്റിനെ ഉപയോഗിക്കാതെ, ആത്മാവിനെ ഉപയോഗിക്കാതെ പുറമേ കാണുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന, മനസ്സിലാക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ, ബേസിക് ആയിട്ടുള്ള ചില അറിവുകളുണ്ട്. ബേസിക് ആയിട്ടുള്ള ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, കർത്താവ് നിങ്ങളെ വഴി നടത്തുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നു, വാതിലുകളെ തുറക്കുന്നു, ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ സീസണാണ്, നിങ്ങൾ നിന്ദിക്കുന്ന ദൈവം നിങ്ങളെ മാനിക്കും, ധൈര്യപ്പെട്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ ധൈര്യപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ കേൾക്കുന്നതാണ് പാലെന്ന് പറയുന്നത്. നിങ്ങൾ കുഞ്ഞിനെ ശ്രദ്ധിച്ചേ, ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ഫീലാവും, പെട്ടെന്ന് സങ്കടം. അപ്പം നമ്മളിന്ന് പറയും, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെട്ട, ധൈര്യമായിട്ടിരി, അപ്പം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ട്, മാമ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് വാസ്തവത്തിൽ ശിശുക്കളെയാണ്. ധൈര്യമായിട്ടിരി, ഞാൻ വൈകുന്നേരം വരുമ്പോൾ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ ശിശുക്കൾക്കാണ്. ഇത്തരത്തിലുള്ള വചനങ്ങളാണ് പലർക്കും ഇഷ്ടം. ഏറ്റവും ആളുകൾക്ക് പ്രിയം അത്തരത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് കേൾക്കുവാനായിട്ടാണ്. അവർക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള പാല് നൽകുകയാണ്, വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് പോലെ ഇങ്ങനെയുള്ള ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ മാത്രം പഠിക്കുന്ന വ്യക്തികൾ പാലാണ്. എന്നാൽ പൗലോസ് പറയുകയാണ്, കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലേഖനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ആരാണ് എന്ന ബോധ്യത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എന്നിൽ വസിക്കുകയാണ്, പാപം എന്നിൽ വാഴുകയില്ല, ഞാൻ പാപസമ്മതമായി മരിച്ച് നീതിസമ്മതമായി ഞാൻ ജീവിക്കുകയാണ് തുടങ്ങിയ ദൈവത്തിന്റെ അപ്രമേയ സത്യങ്ങൾ മനസ്സിലാക്കുന്ന അതാണ് വാസ്തവത്തിൽ കട്ടിയായിട്ടുള്ള ആഹാരം. അതിന് നന്മയും തിന്മയും ഒക്കെ മനസ്സിലാക്കി അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന പ്രാപ്തിയുള്ള ആളുകളാണ് വാസ്തവത്തിൽ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്. ഒരു കുഞ്ഞിനൊരു പ്രശ്നം വരുമ്പോൾ തൻ്റെ വീട്ടുകാർ അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ പരിഹരിക്കണം. അപ്പം നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു പ്രയാസത്തിലകപ്പെട്ടാൽ ദൈവം അതിനകത്ത് ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കും, നടത്തും തുടങ്ങിയ പദങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആശ്രയിക്കണം. എന്നാൽ ഒരു മെച്യൂർ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെച്യൂർ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമായി അതിനെ അതിജീവിക്കുവാനായിട്ട് ശ്രമിക്കും. ഒരു ഉദാഹരണം ശ്രദ്ധിച്ചേ, ഒരിക്കൽ യേശു കർത്താവും ശിഷ്യന്മാരും വള്ളത്തിൽ പോവുകയാണ്. ആ സമയത്ത് വലിയൊരു കാറ്റടിച്ച് ആ വള്ളം മുങ്ങുമാറായി. ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. യേശു എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാണ്. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്ന എങ്ങനെയാണ്, യേശുവിനെ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ ഇതിൽ പ്രശ്നമുണ്ടാകുമ്പോൾ യേശുവിനെ വിളിക്കുക. അങ്ങനെ യേശുവിനെ വിളിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ യേശു കർത്താവ് അവരെ ശാസിക്കുകയാണ്. എന്തെന്നറിയാമോ? യേശുവിനെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് കൊണ്ട്, വിളിച്ചുണർത്തിയത് കൊണ്ടല്ല, അല്പവിശ്വാസികളായതുകൊണ്ട്. അവിടെ യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുക, എന്നെ വിളിക്കുകയല്ല, നിങ്ങളത് ചെയ്യുക, നിങ്ങളാണ് അത്ഭുതം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ഓവർകം ചെയ്യുവാൻ ശീലിക്കണം. ദൈവത്തിൻ്റെ അധികാരം, വചനം നമ്മുടെ നാവിലിരിക്കുകയാണ്. വചനാടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യനാണ് മെച്യൂർ പേഴ്സൺ, കട്ടിയായുള്ള ആഹാരം കഴിക്കുന്നവർ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ദേഷ്യവും പിണക്കവും സങ്കടവും വൈരാഗ്യവും, പരസ്പരം മിണ്ടാൻ കഴിയത്തില്ല, ക്ഷമിക്കാൻ കഴിയത്തില്ല, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരു മെച്യൂർ ക്രിസ്ത്യൻ കാണിക്കത്തില്ല. അത് സാധാരണ മനുഷ്യർ, മുതിർന്ന ആളുകളാണെങ്കിലും സാധാരണക്കാർ കാണിക്കുന്ന തരത്തിലുള്ള ചില സ്വഭാവങ്ങളാണ്. നിങ്ങളും അത്തരത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ, ദൈവത്തെ അറിയാത്ത ആളുകളെ പോലെയാണ് നിങ്ങൾ ശിശുക്കളാണ്. അപ്പം മെച്യൂർ പേഴ്സൺ ഒരിക്കലും ഈർഷ്യോ പിണക്കോ ഒന്നും വെക്കത്തില്ല. അവർക്ക് ക്ഷമിക്കുവാൻ കഴിയും. അവർ സ്നേഹത്തിൽ നടക്കുന്നവരാണ്. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? പക്ഷം പിടിക്കുന്നത് ശിഷ്യത്വത്തിന്റെ പ്രത്യേകതയാണ്. എനിക്ക് ഈ പാർഷയാണ് ഇഷ്ടം, എനിക്ക് ആ പാർഷയാണ് ഇഷ്ടം, എനിക്ക് ആ ഉപദേശമാണ് ഇഷ്ടം, എനിക്ക് ഈ ഉപദേശമാണ് ഇഷ്ടം, ഈ ഉപദേശമാണ് ശരി, ആ ഉപദേശമാണ് ശരി. അങ്ങനെ പക്ഷം പിടിക്കുന്ന തരത്തിൽ ഒന്നിനും കൃത്യമാകുന്ന ഒരു ബോധ്യമില്ലാത്ത ആളുകൾ ശിശുക്കളാണ്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും വയത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. കണ്ടോ, ഉപദേശത്തിന്റെ ഓരോ കാറ്റടിക്കുമ്പോൾ അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാൻ വയ്യ, കൃപയാണോ ന്യായപ്രമാണമാണോ ശരി, ദൈവം അടിക്കുകയോ അടിക്കില്ലയോ, ഇനി ഒന്നിനും ഒരു കൃത്യമാകുന്ന അറിവില്ലാതെ എല്ലാം ദൈവം ചെയ്യട്ടെ, ഞാൻ
പ്രാർത്ഥിക്കുന്നുണ്ട്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ വെറുതെ അല്ലല്ലോ ചോദിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ചോദിക്കും, ദൈവം എനിക്കെല്ലാം ചെയ്തു തരണം. ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ, പ്രത്യേകിച്ച് ഞാനായിട്ടൊന്നും ചെയ്യത്തില്ല, ഒറ്റ കാര്യമേ ഞാൻ ചെയ്യൂ, റിക്വസ്റ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള ആളുകൾ വാസ്തവത്തിൽ ശിശുക്കളാണ്. മനസ്സിലാക്കണം, ദൈവം നമുക്ക് അധികാരവും ശക്തിയും തന്നിരിക്കുന്നത് നമ്മൾ തന്നെ നിൽക്കുവാനാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. 12-ാം വാക്യം, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയോ പ്രാപിച്ചത്. 15-ാം വാക്യം, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഇവിടെ 3 കാറ്റഗറിയാണ്: ആത്മീയൻ, പ്രാകൃതൻ, ജഡികൻ. മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും, ഇതിന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ടും. ഇവിടെ ആത്മീയനാണ് മെച്യൂർ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. ദൈവം ഒരു മനുഷ്യനെ ഒരുക്കിയിരിക്കുന്നത് എന്താണ് എന്ന് ആർക്കും കാണാൻ കഴിയത്തില്ല. എന്നാൽ ആത്മീയൻ അതിനെ മനസ്സിലാക്കിയെടുക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്ന, ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ ഒരു മെച്യൂർ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. വേറെ വാക്കിൽ പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന് ഒരിക്കലും തന്റെ അപ്പനെ മനസ്സിലാകത്തില്ല. അപ്പന്റെ സ്നേഹം മാത്രം അറിയാം. അപ്പൻ വിഷമിച്ചാൽ ചില നന്മകൾ നൽകുമെന്നറിയാം, ആഹാരം വാങ്ങിച്ചു കൊടുക്കുമെന്നറിയാം, അടിക്കുമെന്നറിയാം. എന്നാൽ അതിനപ്പുറം ഒരു മകന് അപ്പനെ മനസ്സിലാക്കുന്നത് ആ അപ്പന്റെ ഏജിലേക്ക്, അല്ലെങ്കിൽ ഒരു മെച്യൂർ ആകുന്ന സമയത്ത്, ഒരു അപ്പനാകുന്ന സമയത്തായിരിക്കും ആ അപ്പനെ മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ നന്മകളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ കാണുന്ന ഒരു വ്യക്തിയല്ല, ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അതാണ് മെച്യൂർ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ, ദൈവത്തെ പോലെ ആകുന്ന ഒരു വ്യക്തി. ആ വ്യക്തി സാധാരണക്കാരെ പോലെ പിണങ്ങുവാനോ ഈർഷ്യ വയ്ക്കുവാനോ പക വയ്ക്കുവാനോ ഒന്നും നിൽക്കത്തില്ല. നിരാശപ്പെടുവാനോ സങ്കടപ്പെടുവാനോ ഡിപ്രസ്ഡ് ആകുവാനോ പരാതി പറയുവാനോ പിറുപിറുക്കുവാനോ നിൽക്കുകയില്ല. മോശയുടെ കാലഘട്ടത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ഒരേ ആത്മീയ ആഹാരം കഴിച്ച ജനം പലരും പട്ടുപോകാനുള്ള ഒരു റീസൺ അവർ പിറുപിറുത്തു എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തോട് പിണങ്ങുന്ന ആളുകളുണ്ട്. ദൈവത്തോട് പിണങ്ങുന്ന പിറുപിറുക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ശാപമാണ് വീഴുന്നത്. കാരണം പിറുപിറുപ്പ് എന്ന് പറയുന്ന അവിശ്വാസം സംഭവിക്കുന്നതാണ്. ദൈവത്തെ അറിയാവുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തിനെതിരെ സംസാരിക്കുകയോ പിറുപിറുക്കുകയോ പിണങ്ങുകയോ ഒന്നും ചെയ്യുകയില്ല. അതുപോലെ തന്നെ പാപത്തെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തി പാപം ചെയ്യും, ഏറ്റുപറയും, വീണ്ടും പാപം ചെയ്യും, ഏറ്റുപറയും, വീണ്ടും പാപം ചെയ്യും. ആ വ്യക്തി ശിശുക്കളാണ് വീണും എഴുന്നേറ്റും ഒക്കെ പോകുന്നത്. മുതിർന്ന ആളിൽ അങ്ങനെ മിസ്റ്റേക്ക് വരുന്നത് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മുതിർന്നവർക്ക് മിസ്റ്റേക്സ് വരാൻ പാടില്ല, എന്നാൽ ശിശുക്കൾക്ക് മിസ്റ്റേക്സ് വരും. ഇതുപോലെ പാപം ചെയ്യും ക്ഷമയോദിക്കുകയും ചെയ്യുന്ന ആളുകൾ ശിശുക്കളാണ്, പാപത്തെ ജയിക്കാൻ കഴിയാത്തവർ. അപ്പോസ്തലനാകുന്ന യോഹന്നാൻ ഇതിനെ വളരെ കൃത്യമായി തന്നെ പ്രത്യേകമായി എഴുതിയിരിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനാകുന്ന യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ കൊടുത്തിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, ശിശുക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അഥവാ തെറ്റ് ചെയ്താലും യേശു നിങ്ങളുടെ അരികിലുണ്ട്. വേറെ ഭാഗത്ത് പറയുകയാണ്, ദൈവം ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും ദൈവത്തെ അറിഞ്ഞിട്ടുമില്ല. അതാരെക്കുറിച്ചാണ്? മെച്യൂർ ക്രിസ്ത്യനെ കുറിച്ച് പറയുകയാണ്. അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ശിശുക്കൾക്ക് പാപം ചെയ്യാം. എന്ന് ഒരു പാപം ചെയ്യും, രാത്രിയാകുമ്പോൾ കർത്താവിനോട് ഏറ്റുപറയും, പിറ്റേന്ന് അതേ പാപം ചെയ്യും, ഏറ്റുപറയും. ഇത് ശിശുക്കളാണ്. വേറെ ഭാഗം ശ്രദ്ധിച്ച്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അതാണ് അവിടെ ആവശ്യം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പൊ പിതാക്കന്മാരുടെ പ്രത്യേകത, അവര് പാപം ചെയ്യുകയല്ല, അവർക്ക് ദൈവത്തെ അറിയാം. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതാണ് മെച്യൂർ ക്രിസ്ത്യൻ. പാപത്തെ ജയിച്ചവർ, ദുഷ്ടനെ പിശാചിനെ ജയിച്ചവർ, വചനം ഉള്ളിൽ വസിക്കുന്നവർ, ശക്തരാകുന്ന ആളുകൾ. ഇതാണ് മെച്യൂർ ക്രിസ്ത്യൻ. ഒരു പ്രതികൂലത്തിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്ന് നിരാശപ്പെട്ട് കരഞ്ഞ് പിറുപിറുത്ത് സങ്കടപ്പെട്ട് ഒരു പ്രവചന ശബ്ദത്തിനു വേണ്ടി ഓടേണ്ടുന്നവരല്ല. നിങ്ങൾ പ്രവചിക്കേണ്ടവരാണ്. നിങ്ങൾ ആ വിഷയങ്ങളെ ഓവർകം ചെയ്യേണ്ടവരാണ്. പ്രതികൂലം വരുന്ന സമയത്ത് കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സഹായിക്കും. എന്നാൽ മുതിർന്നതിന് ശേഷം ആ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുവാൻ ആരംഭിക്കും. എന്നതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വളരുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുമില്ല, നിങ്ങൾക്ക് ശിക്ഷണവുമില്ല. കാരണം നിങ്ങൾ മെച്ചുറായി കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ പാപത്തിൽ തുടരുകയാണ്, നിങ്ങൾ ദൈവത്തെ വിട്ടകലുകയാണ്, നിങ്ങൾ ലംഘനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ ദൈവ വഴി വിട്ടകന്നിരിക്കുക, നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് പൊറുക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവത്തിന് സ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ
ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിച്ചിരിക്കും. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: ഞാൻ അങ്ങേ വിട്ടുപോകാതിരിക്കേണ്ടതിന്, അഥവാ ഞാൻ അങ്ങേ വിട്ടുപോയാൽ ഞാൻ നശിക്കാതിരിക്കേണ്ടതിന്, അങ്ങയുടെ സ്നേഹം നിൽക്കേണ്ടതിനും അങ്ങ് എന്നെ ശിക്ഷിക്കണം. അങ്ങയുടെ ശിക്ഷ അത് നന്മയാണ്. ദൈവം നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.